അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള പണി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രി കിടന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ പിറ്റേന്ന് വൈകിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ കിടന്നതിന് ശേഷം പിന്നെ എണിച്ച് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രാവിലെ കിച്ചണിൽ കയറിയിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കുക്കിംഗ് ഒക്കെ തുടങ്ങണേക്ക് മുമ്പ് തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അത് സ്ക്വയറിൽ തന്നെ ചെയ്യണമായിരുന്നു. ഹൈറ്റ് കുറച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 9 ഇഞ്ചിൻ്റെ പാനിൽ ബാറ്ററൊക്കെ റെഡിയാക്കി ഓവനിൽ അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട വേവിക്കാൻ വേണ്ടി വെക്കാൻ കേട്ടോ. കുറച്ച് അപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മുട്ട എടുത്ത് അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നമുക്ക് അപ്പം ചുടണം. പിന്നെ പിള്ളേർക്ക് ചോറിന് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് കൊടുത്തുവിടാമെന്നാണ് വിചാരിച്ചത്. കാരണം കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു. കാരണം ചോറുണ്ടായില്ല, സാധാ ചോറുണ്ടായില്ല. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചത്. പിന്നെ അപ്പത്തിന് നമ്മൾ തലേന്ന് അരച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ വറുത്ത പൊടിയും കൊണ്ട് വെറുതെ കലക്കിയപ്പം ചുരന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആദ്യം കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ അപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തു. ഈ അപ്പം അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കഴിച്ചോളും. കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. കഴിച്ചില്ലേ പിന്നെ ഒന്നും കഴിക്കേണ്ട, സ്കൂളിൽ പൊക്കോളാനെ പറയുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കാനും നിൽക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിക്കും അത്രേ ഉള്ളൂ. പിന്നെ കൂടുതൽ കഴിക്കാനും നിർബന്ധിക്കാറുമില്ല അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ അടുപ്പിലേക്ക് നമ്മൾ വേറെ കുക്കർ വെച്ച് കൊടുത്തു, നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പുറം അടുപ്പിൽ തന്നെ നമ്മൾ അപ്പം ചുടാനുള്ള പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഗ്യാസ് ഒട്ടും ഓഫ് ചെയ്യാതെ ഓരോന്ന് വെച്ച് കൊടുത്ത് ചെയ്യാനിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം സമയം തീരെ കുറവാലോ. കാരണം ഒരുപാട് നേരത്തെ എണിക്കാനും പറ്റിയില്ല. എണിച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കേക്കിൻ്റെ പണിക്ക് നിന്നതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. പിന്നെ ഉമ്മ സവാള കാര്യങ്ങളൊക്കെ അരിഞ്ഞൊക്കെ തരാനുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നെയ്യ് ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തുണ്ട് സവാള വാട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചൂടാനുള്ള ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് അപ്പമൊക്കെ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അരി കഴുകി തന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച്, പിള്ളേർക്ക് 2 പേർക്ക് മാത്രം കൊടുത്തു തരാനുള്ള കുറച്ച് അരിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഉമ്മ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ആണ് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളമൊക്കെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്, എളുപ്പത്തിന് വേഗം ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അരി വെന്തിട്ടുണ്ടായില്ല. പിന്നെ വളരെ കുറച്ച് അരിയല്ലേ ഉള്ളൂ, അത് അങ്ങനെയുള്ളത് വെന്ത് കിട്ടാനും പാടാലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ അരി ഉണ്ടെങ്കിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ 2 വിസിലും കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 തവണയായിട്ട് നമ്മൾ മൊത്തം 6 വിസിലെന്തോ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വെന്ത് കിട്ടിയത്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പമൊക്കെ ചുടുന്നുണ്ട്. പിന്നെ അപ്പം ചുടുന്ന പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കേക്കും വെന്തിട്ടുണ്ടായിരുന്നു. കേക്ക് വെന്തിട്ട് ചൂടാറാൻ വേണ്ടി പയ്യൊരു സൈഡിലിട്ട് മാറ്റി വെച്ചു. കാരണം ഇനി എന്തായാലും പിള്ളേരൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ തവണയും നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറിയുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം മുട്ട പുഴുങ്ങിയത് അതിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ പിള്ളേർക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാൻ വേണ്ടി ഇറച്ചിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പപ്പടവും പൊരിച്ചു.